അസ്സലാമലൈക്കും. അതേപോലെ ഹാപ്പി വിഷു. ഈ രണ്ട് സന്തോഷങ്ങൾ നമുക്ക് ഒരേ ആഴ്ചയിൽ വേണം. അതോടൊപ്പം ഒരു മൂന്നാമത്തെ സന്തോഷം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എവിക്കയുടെ അല്ലെങ്കിൽ എബിൻ സേവിയർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ 3 കൊല്ലം ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 14-ാം തീയതിയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയത്. സോ അത്രയും സന്തോഷം, ഇത്രയും നാളത്തെ കഷ്ടപ്പാടിൽ നിങ്ങളെല്ലാവരും കൂടെ നിന്നു. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്ന് ഇനിയും നമുക്ക് കുറേയധികം മൈൽ സ്റ്റോണുകൾ അച്ചീവ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ. ആൻഡ് ഇന്നത്തെ ന്യൂസ് കുറച്ചധികം സ്പെഷ്യലാണ്. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ യൂട്യൂബ് ചാനൽ ലോഗോ, ബാനർ, അതേപോലെ നമ്മുടെ എഡിറ്റിംഗ്, കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഓരോ കൊല്ലവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് എവിക്കയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ വാൾപേപ്പർ ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ മതി. ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് M4 ചിപ്സെറ്റിൻ്റെ ഒരു വർക്കിംഗ് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചിപ്സെറ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ട് AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള ഒരു ചിപ്സെറ്റ് അല്ലെങ്കിൽ ഒരു പോർഷൻ ആപ്പിൾ M4 എന്ന് പറഞ്ഞ ചിപ്സെറ്റിൽ കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ iPhone 16 സീരീസിൽ നമുക്ക് ഈ ഒരു കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് 4-5 കളർ മാത്രമാണ് നോൺ പ്രോ സീരീസിൽ വന്നത്. തൊണ്ടക്ക് ചെറിയൊരു പണിയിട്ടുണ്ട്, അതാണ് വേറെ ഇഷ്യൂ. പക്ഷേ iPhone 16 ആൻഡ് പ്ലസിൽ നമുക്ക് ഏകദേശം 7 കളേഴ്സ് ലഭിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. iPadOS 17.5 എന്ന് പറയുന്ന പുതിയ അപ്ഡേഷനിൽ ആപ്പിൾ കൺഫേം ചെയ്ത് നമുക്കൊരു ലീക്ക് തന്നിട്ടുണ്ട്. അതായത് മെയ് 6-ാം തീയതി ആയിരിക്കും നമ്മുടെ പുതിയ iPad സീരീസ് നമുക്ക് വരാനുള്ള ചാൻസ്. അതേപോലെ തന്നെ iPad Pro സീരീസിൽ OLED ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. സോ ബെറ്റർ ആയിട്ടുള്ള കളേഴ്സും അതേപോലെ പ്രിസൈസ് ആയിട്ടുള്ള ബ്ലാക്കും വൈറ്റും എല്ലാം നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ആപ്പിൾ ടി വിയിൽ ഐഫോൺ യൂസേഴ്സിന് മാത്രമാണ് ഇതുവരെ നമുക്ക് ഫേസ് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ആപ്പിൾ ടി വിയിൽ ഇൻബിൽഡ് ആയിട്ട് ക്യാമറ നമുക്ക് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ടി വി വാങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ഐഫോൺ യൂസ് ചെയ്യാതെ തന്നെ ഫേസ് ടൈം യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ആൻഡ് ഇന്ത്യയിൽ നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് കൂടിയുണ്ട്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ കൊല്ലത്തേക്കാളും നല്ല രീതിക്ക് ഇരട്ടിയായിട്ട് ഐഫോൺ ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ചൈനയിലും കാട്ടും നന്നായിട്ട് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് 14 ബില്യൺ യൂണിറ്റ്സ് ആണ് ഈ പറഞ്ഞ ഐഫോൺ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതിൽ നല്ലൊരു ഭാഗം നമ്മുടെ ഇന്ത്യ തന്നെയാണ് കോൺട്രിബ്യൂട്ടും ചെയ്തിരിക്കുന്നത്. ആപ്പിൾ 92 കൺട്രീസിന് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അവരുടെ യൂസേഴ്സിന്. കാരണം സ്പൈവെയർ എന്ന് പറഞ്ഞ ഒരു മാൽവെയർ അല്ലെങ്കിൽ ഒരു വൈറസ് നമ്മുടെ ആപ്പിൾ ഡിവൈസുകളിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ID റീസെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പ്രോംപ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാസ്വേഡ്, നമ്മുടെ യൂസർ നെയിം എല്ലാം ഈ പറഞ്ഞ ഹാക്കിംഗ് ടീമിലേക്കാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും പ്രോംപ്റ്റ് വരാണെങ്കിൽ ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ ആപ്പിൾ പുതിയൊരു അപ്ഡേഷൻ 17.4.2 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ അറ്റാക്സും അല്ലെങ്കിൽ സൈബറായിട്ട് വരുന്ന എല്ലാ പുതിയ മാൽവെയറും വൈറസും ആപ്പിൾ റിസോൾവ് ചെയ്യാൻ എത്രയും വേഗം നോക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതേപോലെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഫ്ലോറിഡയിൽ നമ്മുടെ മയാമിയിൽ പുതിയ ഒരു ആപ്പിളിൻ്റെ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഓഫീസ്, വലിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ആപ്പിളിൻ്റെ ഒരു പുതിയ സ്റ്റോറും ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങും ഉണ്ട്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ iPhone 17 Pro സീരീസിൽ നമുക്ക് 2 നാനോമീറ്ററിൻ്റെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന 5 നാനോമീറ്റർ 4 നാനോമീറ്റർ അല്ല 2 നാനോമീറ്ററിൻ്റെ പ്രൊസസ്സർ വരും എന്നാണ് TSMC അവരോട് പറയുന്നത്. കാരണം ആപ്പിൾ നല്ല രീതിക്ക് പുഷ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ചിപ്സെറ്റ് കുറയ്ക്കാൻ, ചിപ്സെറ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ. ഈ പറഞ്ഞ സൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പവർ കൺസപ്ഷൻ നന്നായിട്ട് കുറയും. ആ ഒരു പവർ കൺസപ്ഷൻ കുറയുമ്പോൾ ബാറ്ററി ജ്യൂസും നന്നായിട്ട് കൺസപ്ഷൻ കുറക്കും. പക്ഷേ എഫിഷ്യൻസിയും അതേപോലെ പെർഫോമൻസും നന്നായിട്ട് കൂട്ടാനുള്ള ചുമതലയും ഈ പറഞ്ഞ ചിപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ 2 നാനോമീറ്ററിലേക്ക് കുറക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടുകയും വേണം. പക്ഷേ
പവർ കൺസപ്ഷനും നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സിങ്ങും ബാക്കി കാര്യങ്ങളും കുറയാനും പാടില്ല. അങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന ചിപ്സെറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നമ്മുടെ എവിക്കയുടെ ഈ പറയുന്ന 3rd ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ എഡിഷൻ വാൾപേപ്പറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഐഫോണിനും മാക്ബുക്കിനും ഐപാഡിനും എല്ലാത്തിനും ഈ പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് വാൾപേപ്പർ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറേയധികം പുതിയ വീഡിയോസും നിങ്ങളെ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക, നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ. ദിസ് ഇസ് Xavier signing from Evika.